ഈദ് മുബാറക് എവ്രി വൺ. ഇന്ന് നമുക്ക് ഈദിൻ്റെ അന്ന് എടുത്തൊരു വ്ലോഗാണിത്. നമുക്കിന്ന് ശനിയാഴ്ചയാണ് ഇവിടെ ബാംഗ്ലൂരൊക്കെ ഈദ് ആഘോഷിച്ചത്. ശരിക്കും കേരളത്തിലൊക്കെ വെള്ളിയാഴ്ചയായിരുന്നു ഈദ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈദൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് ബീഫ് വാങ്ങിക്കാൻ പോവുകയാണ്. ശരിക്കും നമ്മൾ നാട്ടിലെ കണക്കല്ല കേട്ടോ, കേരളത്തിലെ കണക്കല്ല. ഇവിടെ നമ്മൾ ബാംഗ്ലൂർ ബീഫ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഫ്രഷായിട്ട് ബീഫ് കിട്ടുന്ന സ്ഥലം വളരെ വളരെ കുറവാണ്. ബീഫ് കിട്ടുന്നൊരു പ്രത്യേക ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ മാത്രമേ ബീഫ് കിട്ടത്തുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളൊന്നും ബീഫ് കിട്ടത്തില്ല. ഇതിപ്പോൾ ഈ സ്ഥലം നമ്മുടെ ഫ്രണ്ട് രേഷ്മയും ഫ്രണ്ട്സും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ അവളുടെ ഇത് ഞാൻ നൈസായിട്ട് അതിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലം അറിയാവുന്നത്. നമ്മളിതിപ്പം ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അരുൺ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് പോയത്. ഒറ്റയ്ക്ക് പോയതിൻ്റെ റിസ്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. കാറൊന്നും പോകുന്ന വഴിയല്ല കേട്ടോ, വളരെ ഇടുങ്ങിയ റോഡിൽ കൂടെ ഒക്കെ വേണമായിരുന്നു നമുക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ബുള്ളറ്റിൽ പോയത്. അങ്ങനെ നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാനും അരുണും ആമിയുമായിട്ടാണ് ബീഫ് വാങ്ങിക്കാൻ പോയത്. ഐശുവിന് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഐശുവിന് ഇനി ഒരു എക്സാമും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ വൈകിട്ട് താഴെ കളിക്കാൻ പോകത്തുള്ളൂ എന്ന് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഐശു അവിടെ നിന്ന് വീട്ടിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. നമ്മൾ രാവിലെയാണ് ബീഫ് വാങ്ങിക്കാൻ പോയത്. പക്ഷേ നമ്മളിപ്പം ബീഫ് ശരിയാക്കുന്നത് ഡിന്നറിലേക്ക് വേണ്ടിയാണ്. ഇതിപ്പോൾ ആർക്കാ ബീഫ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരും അവരുടേതായ രീതിയിലാണല്ലോ പാചകം ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കത്തില്ലല്ലോ എറണാകുളത്തും കോട്ടയത്തും കോഴിക്കോടും ഉള്ള ആൾക്കാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരവർക്ക് അവരുടേതായ തനതായ ശൈലിയും ശീലങ്ങളും ഒക്കെ കാണും. അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന റെസിപ്പി. അപ്പോൾ ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, അതേപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് പട്ട, തക്കോല, ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിനെ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ 1 കപ്പ് തിളയ്ക്കുന്ന വെള്ളം കൂടെ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വിനീഗറും ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കണം. എനിക്കൊരു 7 വിസിൽ വേണ്ടി വന്നു ബീഫ് വേവാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സൈഡായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഡിന്നറിൽ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. വേറൊരു പാനിൽ എണ്ണയൊഴിച്ച് അതിൽ തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, നമ്മൾ ചെറിയ ഉള്ളി മാത്രമേ ഇനി ചേർക്കുന്നുള്ളൂ, അതുകൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റി അതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ട് വരണം. അപ്പോൾ ബീഫിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇത് പാത്രം തുറന്ന് വെച്ചിട്ട് നല്ലോണം പറ്റിച്ചെടുക്കണം. ഞാനപ്പം ഗ്യാസിൽ നിന്ന് ഇൻഡക്ഷനിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം പറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഈ ഉള്ളിലോട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ലോണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മളിനി എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലോട്ട് വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിലോട്ട് പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും ഒക്കെ ആഡ് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ സ്പൈസി ആക്കി എടുക്കാം. റോസ്റ്റ് ചെയ്യേണ്ട കറിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, അല്ലെങ്കിൽ അത്രയും വെള്ളം വറ്റിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കറിയുടെ ഫോമിലോട്ടും എത്തിക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.